ഹായ് ഡിയേഴ്സ്, ഞാൻ ഇച്ചിരി അവിൽപ്പൊടി ഉണ്ടാക്കാൻ പോകുന്നു. ഇതിനകത്ത് വെളിച്ചെണ്ണ, ഏലയ്ക്ക, എൻ്റെ കപ്പലണ്ടി വറുക്കണം. ആദ്യം കൊച്ചു തീയിൽ വെക്കാവൂ ഗൈസ്. പിന്നെ നമ്മൾ കുറച്ച് അവിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കര പാനി കാച്ചി വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഇട്ടില്ല ഗൈസ്, ലൈറ്റ് ഇടാൻ മറന്നു പോയി ഗൈസ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ പരിപാടി. കപ്പലണ്ടി ഒന്ന് പൊരിയണം. അതിങ്ങനെ പൊരിഞ്ഞോളും. വെളിച്ചെണ്ണയത് ഇച്ചിരി എണ്ണയൊക്കെ വേണ്ടി വരും. ഒരുപാട് എണ്ണ വേണ്ട. അവിലിൻ്റെ അളവിന് എണ്ണ വേണ്ടി വരും. ഞാൻ പതുക്കെ പറയുന്നത്, കാരണം ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ അയൽക്കാരുണ്ട് ഗൈസ്. അവർ കേൾക്കും. ഫോണെടുത്ത് വെച്ചുകൊണ്ട് എന്തോ ഈ അടുക്കളയ്ക്കകത്ത് എന്ന് പറയുന്നതെന്ന് അവരങ്ങ് ചിന്തിച്ച് പോകും. അവർക്കറിയത്തില്ലല്ലോ നമ്മളെ യൂട്യൂബ് ചാനലാണെന്ന്. പിള്ളേർക്കും അറിയാൻ പറ്റില്ല ഗൈസ്. അതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് അത് മൂത്തോളൂ ഒന്ന് കുറച്ച് മൂത്ത്. അവിൽ കുറേശ്ശെ കല്ലും നെല്ലുമൊക്കെ പറക്കി കളയണം. അവിൽ പൊരിയുന്ന കണ്ടോ? എൻ്റെ ക്യാമറയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിലങ്ങ് പൊരിയും. മിനിറ്റ് കൊണ്ട് അവിൽ മൊരിഞ്ഞോളും. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ആക്കണം. അപ്പം ഡാഡി കുളിച്ചിട്ട് അകത്തോട്ട് പോയി. ഞാൻ വെളുപ്പിലെ 3:30 എണീറ്റിട്ട് നടക്കാനൊക്കെ പോയി. തിരിച്ചു വന്നപ്പോൾ ഡാഡി ഒറ്റ വക ചായ മാത്രം ഉണ്ടാക്കി കഴിച്ചിട്ട് ഡാഡി ഇങ്ങനെ ഇരിക്കുന്നു. ഇത് നല്ല ചുമന്ന അവിലാണ് ഗൈസ് കേട്ടോ. ഈ എണ്ണയങ്ങ് കുടിക്കും ഈ അവിൽ കേട്ടോ. ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട്. ഏലക്ക ഞാൻ പൊടിക്കാതെ ഇട്ടതാണ്. ഞാനിത് ഈ ശർക്കരയല്ല, കരിപ്പെട്ടി എന്ന് പറയുന്നതാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അവിലിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. വേറെ പിന്നെ പൊട്ടുകടല ഇടാം ഗൈസ്. അപ്പോൾ ഇത് എല്ലാം കൂടെ അങ്ങോട്ട് വറുത്ത് വെക്കട്ടെ ഗൈസ്. വീഡിയോ ഒരുപാടായാലേ കാണുന്നവർക്കും ഒരു പാടാണ് കേട്ടോ. നല്ല കിരികിരാന്നായിട്ടുണ്ട് ഗൈസ്. 1 മിനിറ്റ് ഇത് കുറച്ചുകൂടെ സെറ്റാക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ശർക്കര പാനി കാച്ചിയത് ഒഴിച്ചേണ്ട ശബ്ദമാണ് ഗൈസ്. വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചു കപ്പലണ്ടി ഏലക്കൊക്കെ ഇട്ട് കരിപ്പോട്ടി അരിച്ചൊഴിച്ചത് ആ ഒരു കല്ലുമണി പോലില്ല. ഇതിന് നമ്മൾ ചെറുതായിട്ട് ഇച്ചിരി തീയൊക്കെ കൂട്ടി വെച്ചിട്ട് കിണ്ടി എടുക്കണം ഗൈസ്. കേട്ടായിരുന്നോ? തീ കൂട്ടി വെച്ച് കിണ്ടി എടുക്കുക. അപ്പോൾ ആ എണ്ണ അതിൽ പിടിച്ചതും ഈ ശർക്കര പാനിയും കൂടെ സെറ്റാവും. ചിലവരിതങ്ങ് നനഞ്ഞ കുഴഞ്ഞാണെങ്കിരിക്കും. അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ഇത് ഫ്രൈ ആയിരിക്കണം. ശർക്കരയൊക്കെ പിടിച്ച് ഇരിക്കണം. പിന്നെ പണ്ടൊക്കെ ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മേടിച്ചുകൊണ്ട് തന്നു. അപ്പോഴതങ്ങ് കുഴഞ്ഞാണെങ്കിരിക്കുന്നു. അവരിത് തേങ്ങ ഇട്ട്, അതുകൊണ്ടാണ്. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പാടാണ് ഗൈസ്. ഇങ്ങനെ വെച്ചിരുന്നാൽ ഇതിനകത്ത് വേണമെങ്കിൽ ചിലവർ നെയ്യ് ഒഴിക്കും. പക്ഷേ അന്നേരവും അത് വേറൊരു സ്മെല്ല് എനിക്ക് തോന്നും. അതുകൊണ്ടാണ് അതുണ്ട്. ഇങ്ങനെ ഇതിനെ അതിൽ വിളയിച്ചത് ഇങ്ങനെ ആക്കിയെടുക്കും ഗൈസ്. കണ്ടോ? ഇങ്ങനെ കിടക്കണം. അത് അല്ലാതുള്ള എനിക്കിങ്ങനെ ഒട്ടിയാണകത്തെ എനിക്കിഷ്ടമല്ല ഗൈസ്. അതുകൊണ്ട് ചട്ടുവം എടുത്ത് മാറിക്കിട്ടെ. കണ്ടോ? ഇങ്ങനെ ഒട്ടാതിരിക്കും. ഇങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇത് അപാര ടേസ്റ്റാണ്. ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വേണം അഭ്യാസം കാണിക്കാൻ കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഗൈസ് ഇത് സെറ്റായി കഴിഞ്ഞു.
ഇപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ആയി. ഇനി ഇച്ചിരി കൂടെ ഞാൻ പറഞ്ഞെത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ 6 മിനിറ്റ് ആയി പോവും. സോ ഇതിനി നമുക്ക് തണുക്കണം. തണുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. ഇപ്പോഴും ഇങ്ങനെയും കഴിക്കാം, പക്ഷേ ഇതിങ്ങനെ ഇരുന്ന് തണുക്കണം ഗൈസ്. ഇതാണ് നമ്മുടെ അവിൽ വിളയിച്ചത്. ഇങ്ങനുണ്ട് അവിൽ വിളയിച്ചത്. സൂപ്പറായില്ലേ? നല്ല ചുമന്ന് തന്നെ ഇരിക്കും. ചുമന്ന അരിയായിരുന്നു. പിന്നെ കരിപ്പോട്ടി, ഏലയ്ക്ക, നല്ല 1 നമ്പർ വെളിച്ചെണ്ണ. പൊട്ടുകടല ഇടും ഞാൻ, പക്ഷേ കപ്പലണ്ടിയാണ് ഇട്ടത്. ഡാഡിക്ക് കപ്പലണ്ടി ഇഷ്ടം. നല്ല ചുമന്നിരിക്കുകയാണ് ഗൈസ്, ചുമന്നിരിക്കുക. ഇത് ഇവിടെ ഇരുട്ടാണ് കണ്ടോ. ഇത് യഥാർത്ഥ നിറം ഇതാണ് ഗൈസ്. ആവി കയറുന്നതുകൊണ്ടാണ് ഇത് ചുമന്ന് തന്നിരിക്കും. ഞാൻ ഇച്ചിരി എടുത്ത് കഴിക്കാനെടുത്തതാണ് ശകലം. ഇതിനിപ്പോൾ ആറുമ്പോൾ എടുക്കുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. അവൽ വിളയിച്ചതുണ്ടാക്കി നല്ല ഏലക്ക ഇട്ട കട്ടൻ ചായ ആയിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിക്കാം. ഓക്കെ, ബായ്.